മാലാഖി വാ. ഇവിടെയുള്ളവര് കുട്ടനെ പറ്റി എന്തായിരിക്കും കരുതിയിരിക്കുന്നേ? ജന്മന ഇങ്ങനെയാവൂന്നല്ലേ കരുതിയിരിക്കുക? ആര് പറഞ്ഞു? ഇവിടെ ആരും ഒരു രോഗിയും കളിയാക്കില്ല. രോഗം ആരുടെയും കുറ്റമല്ലല്ലോ. എന്റെ കുട്ടിയുടെ അസുഖം ഒരു ആക്സിഡന്റില്. ഒന്നും ഇങ്ങോട്ട് പറയണ്ട. സ്വാമിയച്ഛൻ പാതി സൈക്യാട്രിസ്റ്റ് കൂടിയാ. മനുഷ്യ മനസ്സുകളെ ഇഴ കീറി പഠിച്ച ഒരു ആത്മയോഗി. അവന്റെ അസുഖം മാറ്റിയെടുക്കാൻ ഇവിടെ കൊണ്ട് പറ്റുമോ? എന്താ സംശയം? അമ്മേ വന്നേ. അയ്യോ, സോറി അമ്മേ, ഇതാ അമ്മയുടെ കർച്ചീഫ്. താങ്ക് യു മോളെ. മോളിവിടുത്തെ സ്റ്റാഫാണോ അതോ ഡോക്ടറോ? അല്ലമ്മേ, ഒഴിവ് സമയത്ത് ഞാനിവിടെ വരും. സ്വാമി അച്ഛനായിട്ട് കുറച്ചേരം സംസാരിച്ചിരിക്കും. പിന്നെ ചില പേഷ്യൻസിന് സ്പീച്ച് തെറാപ്പി ഉണ്ട്. ഒരു സർവീസ്, അത്രേ ഉള്ളൂ. ശരി അമ്മ. ആ അല്ല, എന്താ സാറിനോട് പേഴ്സണലായിട്ട് പറയാനുള്ളത്? അത് ഒരുപാട് റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. വാസ്തവത്തില് ഈ സാധാ ബ്രോക്കേഴ്സിനെ കൊണ്ട് ടോട്ടലി ഫെഡപ്പ് ആയതുകൊണ്ടാ ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടാൻ തുടങ്ങിയത്. ഈ ബ്രോക്കർമാര് സ്ഥിരം പറ്റിപ്പാണെന്നേ. 100 ഏക്കർ തേയിലത്തോട്ടം, അതിൽ നിറയെ തെങ്ങ്. ഇതാണ് അവരുടെ രീതി. തേയിലത്തോട്ടം നിറയെ തെങ്ങല്ലേ? അടിപൊളി. എന്റെ ഋഷു സാറേ, ഇതൊന്നും പറയാനല്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. പറയാനുള്ളതങ്ങ് പറയുന്നേ. റിയലി ഈ പറയുന്നത് മൊത്തം എക്സാഗറേഷൻ ആണെന്നേ. ചെയ്യുമ്പോ വസ്തുവിന് പട്ടയവും കാണില്ല, ഉടമസ്ഥനും കാണില്ല. അങ്ങനെ തട്ടിപ്പൊന്നും വരാതിരിക്കാനാ ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തത്. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ രംഗത്ത് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ട്. ഒരു പറ്റിപ്പും ഉണ്ടാവാതിരിക്കാൻ ഞാനില്ലേ സാറിന്റെ കൂടെ? എന്താ എന്ന് വിശ്വാസമല്ലേ സാറിന്? സാറ് വേറെന്തോ പറയാനാണ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്. ഒരു ചെറിയ പ്രസന്റേഷനാ. കമ്മീഷനാണോ? അതൊക്കെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ മുഴുവൻ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ട് തന്നാ മതി. ഇതൊന്നുമല്ല, താൻ തുറന്നു നോക്ക്. ഈ അരിമണി തരാനാണോ ഇത്രയും ബോക്സ് ഒക്കെ വെച്ച് സസ്പെൻസ് ഇട്ടത്? അത്യാവശ്യത്തിന് ഉണ്ണാനുള്ള അരിയൊക്കെ എന്റെ വീട്ടിലുണ്ട്. ഈ ലെൻസ് വെച്ചേ അരിമണിയിലൊന്ന് സൂക്ഷിച്ചു നോക്ക്. അപ്പോ ഒരു കാര്യം കാണാം. ഓ, ഇത് രസമായിട്ടുണ്ടല്ലോ. റിയലി നൈസ്. പക്ഷേ അതിന്റെ അടിയിൽ അയ്യെന്ന് എഴുതിയിട്ട് ബാക്കി ഫില്ല് ചെയ്യാതിട്ടിരിക്കുന്നു. ഇനി അയ്യെന്ന് ഉദ്ദേശിച്ചത് ഋഷിന്നാണോ? അല്ല, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലേ ചെറിയ അരിമണിയിൽ ഇത് എങ്ങനെ എഴുതിയത്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പൊൺ മിസ്റ്റർ റോഷൻ. അരിമണിയിലൊക്കെ ഡ്രോയിങ് ചെയ്യുന്ന ആളാ. അവനാ ഇത് തന്നത്. എന്നത് കഴിഞ്ഞാൽ പിന്നെ ആളിന്റെ പെർമിഷനോട് കൂടിയേ അത് പൂർത്തിയാക്കാൻ പറ്റൂ. എനിക്കറിയില്ല. പ്ലീസ്, ഐ കഴിഞ്ഞാൽ എന്താ? എന്തായിരിക്കും? പെട്ടെന്ന് തിടുക്കപ്പെട്ട ഒരു ഉത്തരം വേണ്ട. വീട്ടിൽ പോയി സൗകര്യം പോലെ ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ഇത് സംഗതി ഗുലുമാലായല്ലോ. ഒന്ന് പറയേ പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വായിക്കുന്ന ആളിന്റെ പെർമിഷനോട് കൂടിയേ ബാക്കി പറയാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, പറ. അല്ലെങ്കിൽ വേണ്ട, താൻ ആലോചിച്ച് കണ്ടുപിടിക്ക്. അതല്ലേ അതിന്റെ ഒരു ത്രില്ല്. സിസ്റ്ററെ, സിസ്റ്ററെ, എന്താ എന്താ വേണ്ടത്? എന്താ വിരലിന് വേദനയുണ്ടോ? അതല്ല, എനിക്ക് ചുറ്റുമുള്ള പോണം. ഒന്നിനും പോണെന്ന്. എങ്ങും പോണ്ട, കുറച്ച് കഴിയട്ടെ. തല നന്നായിട്ട് തണുക്കട്ടെ. അത് കഴിഞ്ഞു മതി. ഏഞ്ചല്, ഏഞ്ചല് വന്നേ, ഏഞ്ചല് വന്നേ. ഞാനിപ്പോ ഏഞ്ചല് വരാൻ മാജിക് കുറിങ് എടുത്തില്ലല്ലോ, മന്ത്രവും ചൊല്ലിയില്ല. കുട്ടനെന്താ ഇവിടെ അഡ്മിറ്റ് ആണോ? എല്ലാ ദിവസവും വരും, വൈകിട്ട് പോകും. ഇവിടെ അടുത്തുള്ള ഗസ്റ്റ് ഹൗസിലാ താമസം. ഏഞ്ചലേ, എനിക്കൊന്നും മുള്ളണെന്ന് പറഞ്ഞിട്ട് ഇയാള് വിട്ടില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്നോട് ചുമ്മാ കിടത്തേക്കുക. എനിക്കിങ്ങനെ കിടക്കാൻ വയ്യ. അയ്യോ, എന്നൊന്ന് പുറത്തു കൊണ്ടുപോ. അയ്യോ, നമുക്കേ പുറത്തുപോയി കണ്ണൂത്തി കളിക്കാം. ഇപ്പൊ കളിയൊന്നും പറ്റില്ല. തലയിൽ ശിവവസ്തി കിടക്കുക. 1/2 മണിക്കൂറെങ്കിലും അങ്ങനെ കിടക്കണം. ടീച്ചറിനെന്താ ആളെ പരിചയമുണ്ടോ? പരിചയം എന്ന് പറഞ്ഞാ ഞാൻ ഈ അടുത്ത് ഇയാളൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. കുട്ടനെന്നാ അന്ന് പേര് പറഞ്ഞത്. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട് ഞാനേതോ മാലാഖയാണെന്നാ കുട്ടന്റെ വിചാരം. ഏഞ്ചൽ എന്ന് എന്നെ വിളിക്കുന്നത്. ഇപ്പൊ കിടക്ക്. പിന്നെ കിടക്കാം. കിടക്ക്. ഇരിക്കാം. കിടന്നേ പറ്റൂ. ഇരുന്നേ പറ്റൂ. കുട്ട, ആ പറയുന്ന ഒന്ന് കേൾക്ക്. ഒന്ന് കിടന്നേ. ഏഞ്ചല് പറഞ്ഞ ഞാൻ കിടക്കാം. കിടക്ക്. ടീച്ചറെ ഒന്ന് വന്നു. ഏതൊരു വലിയ കോടീശ്വരന്റെ മകനാ. UK പോയി ബിസിനസ് അഡ്മിനിസ്ട്രേഷനൊക്കെ പാസ്സായ കക്ഷിയാ. ഏതൊരു വലിയ കാർ ആക്സിഡന്റിൽ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെയാ. കഷ്ടം, കൊച്ചുകുട്ടികളെ പോലെ. ടീച്ചർക്ക് കുട്ടികളെ ഡീൽ ചെയ്യുന്ന നല്ല പരിചയമില്ലേ? പക്ഷേ കുട്ടികളെ പോലെ സംസാരിക്കുമെന്ന് തോന്നുമെങ്കിലും ആള് ഭയങ്കര വയലന്റാ. ഏത് സമയത്ത് എങ്ങനെയാ പെരുമാറുന്നതെന്ന് പറയാൻ പറ്റില്ല. വന്ന് 2ാമത്തെ ദിവസം യോഗയ്ക്ക് കൊണ്ടിരുത്തി. ഓ, അവിടെ കാണിച്ച അക്രമം, ഭഗവാനെ, ആ മുറിയുടെ കണ്ണാടി ചില്ലൊക്കെ തല്ലി പൊട്ടിച്ചു. പിന്നെ സ്വാമിയുടെ പ്രതിമയില്ലേ, അതും തല്ലി പൊട്ടിച്ചു. കാശുകാരായത് നന്നായി. പുതിയൊരു പ്രാർത്ഥനാ മണ്ഡപവും യോഗ സെന്ററും ഡൊണേഷനായി കെട്ടിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ടീച്ചർ എന്താ മിണ്ടാ നിൽക്കുന്നേ? ഒരു ആക്സിഡന്റിൽ ഇങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ, അങ്ങനെ ഒരു ആക്സിഡന്റിലല്ലേ പാപ്പച്ചേട്ടാ ഞങ്ങളുടെയൊക്കെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടത്. അച്ഛനെ മാത്രല്ലല്ലോ, ജീവിതത്തെ കൈവിട്ടു പോയില്ലേ. സ്വാമി അച്ഛൻ ചികിത്സിച്ച കുട്ടന്റെ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടും, അതെനിക്ക് ഉറപ്പാ. ഞാനെന്തായാലും ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് വരാം. ശരി. സാരില്ല കുട്ടാ, ഇനി ഒരു 10 മിനിറ്റ് ഓടി കിടന്നാ മതി. അത് കഴിഞ്ഞ് നമുക്ക് കളിക്കാട്ടോ. നമുക്ക് കണ്ണെട്ടി കളിക്കാം. ആ
അത് ഒളിച്ചു കളിക്കലോ? അല്ലെങ്കിൽ വേണ്ട, മിക്കി ബോസ് കളിക്കാം അല്ലേ? ശരി, കിടന്നു. ഗോപു, ഗോപു, സമയം 12 ആവാൻ പോകുന്നു. എണീക്കടാ, സമയമാവാൻ പോവും, എണീക്ക്. ഗോപു. 12 അല്ല, ഇന്ത്യൻ സമയം 1:27 AM. ദുബായിൽ 12 മണി ആവാനേ 3 മിനിറ്റും 10 സെക്കൻഡും ബാക്കിയുണ്ട്. കള്ളി. അപ്പൊ നീ ഉറങ്ങിയില്ലല്ലേ? ഇല്ലല്ലോ. ചേച്ചിയുടെ മാത്രമല്ലല്ലോ, എന്റെ കൂടെ അമ്മയല്ലേ. എങ്കിലും എഴുന്നേറ്റ് പോയി മുഖം കഴുക. ഫ്രഷ് ആയിട്ട് വേണം അമ്മയെ വിഷ് ചെയ്യാൻ. വാ. അതും ഞാൻ ഉറങ്ങിയിട്ട് വേണ്ടേ ചേച്ചി ഫ്രഷ് ആവാൻ? ചേച്ചി എഴുന്നേക്കുന്നതും വാച്ച് നോക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. ആഹാ, എന്നാ വാ, വേഗം വാ, എഴുന്നേക്ക്. വിളിക്കട്ടെ? വിളിച്ചു നോക്കിയിട്ട് ആദ്യം വിഷയം, എന്നിട്ട് വീഡിയോ കോളിൽ വരാൻ പറയാം. ഓക്കെ? ഓക്കെ. ദേവികയാണല്ലോ, എന്താ ഈ പാതിരാത്രിക്ക്? ഹലോ മോളെ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ബർത്ത്ഡേയോ? ആ. ഓ, ഇന്ന് ഉത്രാടമാണല്ലേ, ഞാൻ മറന്നു. അല്ല, നിങ്ങൾക്കാർക്കും ഇന്ന് ഉറക്കമൊന്നുമില്ലേ? അമ്മയെ ബർത്ത്ഡേ വിഷ് ചെയ്യാതെ എന്റെ ഉറക്കാം. അമ്മ പെട്ടെന്ന് വീഡിയോ കോളിൽ വന്നേ, വേഗം. ഈ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അതെ. ഏയ്, ഹാപ്പി ബർത്ത്ഡേ അമ്മ. ടാഗ് ടാഗ്. ആഹാ, സൂപ്പർ കേക്കാണല്ലോ. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛന്റെ കാലിന് നീരൊക്കെ കുറവുണ്ടോ? അതൊക്കെ പിന്നെ പറയാം. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ദുബായിൽ എന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതൊക്കെ അവിടെ ഉള്ളപ്പോ മാത്രല്ലേ ഉള്ളൂ. ഇവിടെ എന്താഘോഷം? വെളുപ്പിനെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോവും, പിന്നെ മരുന്നുകൾ, പേഷ്യൻസ്, ഡോക്ടേഴ്സ്, ആ ലോകം തന്നെ. മൊത്തത്തിലൊരു റൊട്ടീൻ ലൈഫ്. അതൊക്കെ തൽക്കാലം മറക്കമ്മേ. ഇപ്പൊ അമ്മയുടെ ബർത്ത്ഡേ, അത് നമ്മള് ഈ വീഡിയോ കോളിലൂടെ കേക്ക് കട്ട് ചെയ്ത് ഒരുമിച്ച് ആഘോഷിക്കും. അമ്മയ്ക്ക് വേണ്ടി ഞാൻ കേക്ക് കട്ട് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ. സന്തോഷമായി മക്കളെ, ഒരുപാട് സന്തോഷം. താങ്ക് യു അമ്മ. ഹാപ്പി ബർത്ത്ഡേ മോളെ. അച്ഛനോ? ഈ പാതിരാത്രിക്ക് അച്ഛൻ എന്തിനാ കഷ്ടപ്പെട്ട് എണീറ്റ് വന്നേ? നീ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്, അത് മാത്രം മതി എനിക്ക്. ഇനി അധികം നാൾ അമ്മയ്ക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. അമ്മ നോക്കിക്കോ, ഞാൻ അമ്മയുടെ കടങ്ങളൊക്കെ തീർക്കും. ഞാനും നോക്കുന്നുണ്ടമ്മേ, നല്ലൊരു ജോലി. അതൊന്നും വേണ്ട, നീയേ നന്നായിട്ട് അങ്ങ് പഠിച്ചാ മതി. ആ, അല്ലമ്മേ, ഇവളിപ്പോ റിയൽ എസ്റ്റേറ്റും പാർട്ട് ടൈം ജോബും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവളോട് പൊള്ളിയല്ലേ? മോളെ, രാത്രിയായില്ലേ? ഉറങ്ങിക്കും, ഞാനും ഉറങ്ങാൻ പോവാ. ദേ, അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കാലില് ബാമ്പ് പുരട്ടാൻ മറക്കല്ലേ? ശരി മോളെ. ഗുഡ് നൈറ്റ്. ഉമ്മ.
നമ്മുടെ 23ാമത് വെഡിങ് ആനിവേഴ്സറിയാ. ഞാൻ നിനക്കൊരു സർപ്രൈസ് സമ്മാനം കരുതിയിട്ടുണ്ട്. ഞാനിപ്പോ എടുത്തിരിക്കുന്ന സാരി കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നതാ, ഓർമ്മയുണ്ടോ? ഇനിയൊന്നും വേണ്ട, പിള്ളേർക്ക് കൂടി എന്തെങ്കിലും വാങ്ങിക്കണം. നമ്മൾ ഒറ്റയ്ക്കല്ല, അവരും കൂടിയുണ്ട്, അത് മറക്കണ്ട. കൊള്ളാം, നമ്മുടെ മക്കളെ ഞാൻ മറക്കാനോ? അവർക്ക് വേണ്ടത് എല്ലാം വാങ്ങാം. പിന്നെ നിനക്ക് ഐസ്ക്രീം വേണ്ടേ? ദേ, ആ ബേക്കറിയിലാണ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തത്. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി വാങ്ങിട്ട് വരാം. അനീഷേട്ടാ, ഇതാ എടുക്ക് കേക്ക്. എന്താ കേക്ക് മുറിക്കാനുള്ള റീസൺ? ഗോപിയുടെ ബർത്ത്ഡേ കഴിഞ്ഞാണല്ലോ. ഇന്ന് മാതാശ്രീ ശ്രീകല മാഡത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇന്നലെ മിഡ് നൈറ്റ് അമ്മ അങ്ങ് ദുബായിലും ഞാനും ചേച്ചിയും മുത്തശ്ശനും ഇവിടെയും ഒരു വീഡിയോ കോൺഫറൻസിലൂടെ കേക്ക് ഞങ്ങൾ ഒന്നിച്ചു മുറിച്ചു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ രാത്രി തന്നെ ഞാനും മഞ്ജുവും കൂടിയനെ. ആന്റി ഒന്ന് വിഷ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഞങ്ങളെന്താ ഈ വീട്ടിലെ പുറമ്പോക്കുകാരാണോ? അല്ല, പാതിരാത്രി കേക്ക് തനിയെ പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ. വീഡിയോ കോൺഗ്രസ് എന്തായാലും ദുബായിൽ നിന്ന് കേക്ക് ഇവിടെ എത്തിക്കാനും പറ്റില്ല. അതെ, വീഡിയോ കോൺഗ്രസ് അല്ല, കോൺഫറൻസ്. എന്ത് കോൺഫറൻസ് ആയാലും കേക്ക് ആകാശത്തൊന്നും പൊട്ടി വീഴില്ലല്ലോ. ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വാങ്ങി വെച്ചിട്ട് ഒരു വാക്ക് എന്നോട് പറഞ്ഞോ നീയെ? ഇല്ലല്ലോ. ഡാനിഷ്, നീ നാണം ഇല്ലാതെ എടുത്ത് തിന്നല്ലോ. ഇവളമാര് അച്ഛനുമായി ചേർന്ന് നമ്മളെ ഒരു മൂലയ്ക്ക് ഒതുക്കുക. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ തിന്നണ്ട. ദേവികെ, അമ്മയ്ക്ക് കൊടുക്കണ്ട, അതും കൂടെ എനിക്ക് തന്നേരെ. എല്ലാരും വെളുപ്പിനെ വിളിച്ചുണർത്തി ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയ ഞാൻ പറയാതിരുന്നു. അപ്പോ മുത്തശ്ശനെ വിളിച്ചു വരുത്തിയതോ? സുഖമില്ലാത്ത മുത്തശ്ശൻ എന്താ അത് ശല്യപ്പെടുത്തലല്ലേ? അമ്മ പറഞ്ഞത് കറക്റ്റാ. ഇത് പന്തിയിലെ പക്ഷപാതം തന്നെയാ. പക്ഷേ ഞാൻ അതിനുവേണ്ടി കേക്ക് നഷ്ടപ്പെടുത്താനൊന്നും പോകുന്നില്ല. ഞാൻ എടുക്കുക. എനിക്കൊന്നും തന്നെ. അനീഷേട്ടാ, വിഷമിക്കണ്ട. ഗോപികയുടെ ഫോണിൽ ഞാൻ അമ്മയെ വിളിച്ചു തരാം. എല്ലാവർക്കും വിഷയമല്ല. മോളെ വിളിക്കേ. അമ്മേ, രാത്രിയില് വിഷയം പറ്റാത്തോണ്ട് സുലോചന ആന്റി പിണങ്ങിയിരിക്ക. ഞാൻ ഓരോരുത്തർക്കും ഫോൺ കൊടുക്കട്ടെ? ആദ്യം അനീഷേട്ടന് കൊടുക്കട്ടെ? കൊടുക്ക്. ആന്റി, ഹാപ്പി ബർത്ത്ഡേ ആന്റി. ആന്റി, ഹാപ്പി ബർത്ത്ഡേ. മഞ്ജു, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം വല്ലതും ആയോ? ഓ, എന്ത് വിശേഷം? ഒരു വിശേഷവും ഇല്ല. ഇങ്ങനെ. ഹായ് ആന്റി, മൈ ഹാർട്ടി വിഷസ്. താങ്ക്സ്. ദേ, ആ ഫോണിങ് എടുത്തേ. ഓ, ഇനി അവളുടെ വക. ദൂരെ നാട്ടിൽ കിടക്കുന്ന അവളെ ഇനി എന്ത് പറഞ്ഞ് വിഷമിപ്പിക്കണോ നോക്കിയിരിക്കുക. ശരിക്കും എന്റെ അമ്മ മുത്തശ്ശന്റെ സ്വന്തം മോൾ തന്നെയാണോ? അതോ വല്ല ഓഫനേജിൽ നിന്നും ദത്തെടുത്ത് വളർത്തിയതാണോ? എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. അവളെ മാത്രമല്ല, നിന്നെ. എത്ര നാളെന്ന് വെച്ചാ അന്യനാട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അത് നല്ല ജോലിയാണെങ്കിൽ വേണ്ടില്ല. പല അറബികളുടെയും മലവും മൂത്രവും ഒക്കെ കോരി. ആരാ ചേച്ചിയോട് ഈ വൃത്തിയോടൊക്കെ പറഞ്ഞു തന്നത്?
ചില പേഷ്യൻസിന്റെ ബോഡിയൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും എന്ന് വെച്ച് അതാണ് ഒരു നഴ്സിന്റെ ജോലി. ആരാ ഇതൊക്കെ പറഞ്ഞു തന്നെ? മാണിക്കുന്നേലെ ലിസൺ നേഴ്സല്ലേ? അവൾ അവിടുത്തെ ജോലി കളഞ്ഞ് വരാൻ കാര്യം ഇതായിരുന്നു. അതുപോട്ടെ, മോഹനേട്ടന്റെ ആക്സിഡന്റിന്റെ ഇൻഷുറൻസ് കാശ് കിട്ടുമ്പോ ഒറ്റയടിക്ക് തീർക്കാവുന്നതല്ലേ ഉള്ളൂ സ്വർണ്ണമ്മയുടെ കടം. പിന്നെ അവരിങ്ങോട്ടൊരു നല്ല കാര്യമല്ലേ പറഞ്ഞത്? ദേവികയ്ക്ക് അത് സമ്മതിച്ചാൽ എന്താ? ബാധ്യതയെല്ലാം തീരും. ശ്രീകലയ്ക്ക് നാട്ടിൽ നിന്ന് പെൺപിള്ളേർക്ക് പേരുദോഷം ഉണ്ടാവാതെ നോക്കുകയും ചെയ്യാം. ഞാനിവിടെ ചിലതൊക്കെ കണ്ടിട്ടും നിന്നെ ഓർത്ത് മാത്രം വിളിച്ചു പറയാത്തതൊന്നും. എന്റെ മക്കള് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കവരെ വിശ്വാസമാണ്. അയ്യോ, ദേവികയുടെ കാര്യം അല്ല പറഞ്ഞത്, ഗോപിക. അവക്കേ തീരെ അനുസരണയില്ല. ആന്റി, അമ്മ ഡ്യൂട്ടിയില. അമ്മ ഫോൺ ചെയ്യുന്നത് അവിടെ ഉള്ളവരെ കണ്ടാലേ ആകെ കുഴപ്പമാവും. അയ്യോ, നീ ഡ്യൂട്ടിയിലായിരുന്നോ? ഞാൻ കരുതി ഇന്ന് പിറന്നാൾ ആയതുകൊണ്ട് ലീവ് എടുത്ത് കൂട്ടുകാരുമായി കറങ്ങാനും പാർട്ടിക്കും ഒക്കെ പോയി കാണുമെന്ന്. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കണേ. ആലോചിക്കാം ചേച്ചി. ഭദ്രനുമായിട്ടുള്ള കല്യാണക്കാരിയല്ലേ? നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനിക്കാം. ആ നാ ഫോണിൽ കൂടി ഇത്രയും പറഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായി കാണുമല്ലോ ചേച്ചിയുടെ എന്റെ മേലെയുള്ള പ്രഷർ. ഒരു കാര്യം ചെയ്യ്, അമ്മ ഫോൺ വെച്ചോ. മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടെ കളയും ഇവിടെ ഉള്ള ഓരോരോ ജന്മങ്ങള്. ശരി അമ്മ, ബൈ. ശരി മോളെ. എന്റെ കയ്യിലേ നിന്റെ അമ്മയുടെ നമ്പർ ഉണ്ട്. ഞാനേ നേരിട്ട് വിളിച്ചോളാം. നിന്റെ ഫോൺ വാങ്ങിയതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതെ, എന്റെ ഫോണിൽ അങ്ങനെ ഞങ്ങൾക്കെതിരെ അമ്മയോട് പാര പണിയണ്ട. പാര പണിയോടി. നിന്നെയൊക്കെ പാര പണിഞ്ഞ് ഒരു വഴിക്കാക്കുകയും ചെയ്യും. പാര പണിയണ്ടാന്ന്, അത് എന്നോട്. ഞാനേ സുലോചനയാ. ഞാൻ പാര പണിഞ്ഞിരിക്കും.